ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ബിജു മാത്യു കല്ലിശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഒരു നാളിലും കുറുകിട്ടില്ല, എന്നെ നടത്തും ആ പൊന്നു കരമോ. ഒരു നാളിലും കുറുകിട്ടില്ല, എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്. ഒരു നാളും അന്തമാകില്ല, എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്. ഒരു നാളും അന്തമാകില്ല. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിൻ്റെ ഒരു ഭാഗം വായിക്കാം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മനോഹാരിതയും മഹത്വവും വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിലുടനീളം കാണുവാൻ കഴിയും. പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന വ്യക്തികൾ അവരുടെ ജീവിതത്തിന് അതിൻ്റേതായിരിക്കുന്ന മഹത്വമുണ്ടായിരുന്നു, പ്രാധാന്യതയുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമവിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം വളരെയേറെ മഹത്വമുള്ള ജീവിതമാണ്, ധന്യമായ ജീവിതമാണ്, മനോഹരമായ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതുതന്നെയാണ്. ലോകത്തിൽ അനേകർക്കും, ബുദ്ധിമാന്മാരായിരിക്കുന്ന ആളുകൾക്ക്, ജ്ഞാനികൾക്ക്, വിവേകികൾക്ക് മറഞ്ഞിരിക്കുന്ന ഒരു സത്യമാണിത്. അവർക്കാർക്കും ജീവിക്കാൻ കഴിയാത്ത ഒരു ജീവിതം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മധുരിമ അനുഭവിച്ച ആളുകൾക്ക് മാത്രമേ അതറിയാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ ഒരു ചിന്ത പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. വീഞ്ഞു കുടിച്ച് മത്തനായി നടക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം കാണിച്ചിട്ടാണ് പറയുന്നത് പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കണം എന്ന്. പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുക എന്നാണ്. എന്നാൽ ഈ വീഞ്ഞു കുടിച്ച് മത്തനായ വ്യക്തിയെ ഇവിടെ പറയാൻ കാര്യം, അല്ലെങ്കിൽ ആ ഒരു ഉദാഹരണം ഇവിടെ കൊണ്ടുവരാൻ കാര്യം, വീഞ്ഞു കുടിച്ച് മത്തനാകരുത് എന്ന് പറയാൻ കാര്യം, അന്നത്തെ കാലത്ത് വീഞ്ഞു കുടിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. വീഞ്ഞിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന്, നിയന്ത്രണമില്ലാത്തൊരു ജീവിതം. സ്വന്തം ചിന്തകളെ, വിചാരങ്ങളെ, പ്രവൃത്തികളെ, നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ജീവിതമാണ് ലഹരി ഉപയോഗിക്കുന്നവരുടെ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം അങ്ങനെ അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മ നിറവിൽ, പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞാൽ അവന് സ്വന്തം ജീവിതത്തെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയും. ഒരുപക്ഷേ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് അവന് സാധിക്കാത്തത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുകയാണ്. പരിശുദ്ധാത്മാവാകും ദൈവം അവൻ്റെ ഉള്ളിൽ വസിക്കുക. ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്.
അതുകൊണ്ട് വികാരങ്ങളെ, വിചാരങ്ങളെ, ചിന്തകളെ, പ്രവൃത്തികളെ നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളത് ഈ ജീവിതത്തിൻ്റെ ഒരു മനോഹാരിതയാണ്. പലർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. നമുക്ക് നമ്മളെ നിയന്ത്രിച്ച് ജീവിക്കാൻ കഴിയുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം. സംഭവബഹുലമായ ലോകം, രോഗങ്ങളുള്ള ലോകം, പോരാട്ടങ്ങൾ നിറഞ്ഞ ഒരു ലോകം. നാമും ഒരു പരിധിവരെ അതിലൊക്കെയും ഉൾപ്പെടുന്ന ആളുകളാണ്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്, മാനസികമായ വെല്ലുവിളികളും പോരാട്ടങ്ങളും നമുക്കുണ്ട്, പല നിലകളിലുള്ള എതിർപ്പുകൾ, പീഡനങ്ങൾ, നിന്ന, പരിഹാസം എന്നിത്യാദി വിവിധങ്ങളായിരിക്കുന്ന പ്രതികൂല ജീവിത സാഹചര്യങ്ങൾ, അനുകൂല ജീവിത സാഹചര്യങ്ങളുമുണ്ട്. ഇതിലൂടെയെല്ലാം ഒരുവൻ കടന്നു പോകുമ്പോൾ വികാരങ്ങളും വിചാരങ്ങളും പ്രവൃത്തികളുമൊക്കെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത നിലയിൽ പോകാൻ സാധ്യതയുണ്ട്. പൊട്ടിത്തെറിക്കുവാൻ, പെട്ടെന്ന് ക്ഷോഭിക്കുവാൻ, എടുത്തുചാടി പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം നമ്മെ പിടിച്ചു നിർത്തുന്നതും തടയുന്നതും അതിൽ നിന്നെല്ലാം നമ്മളെ മാറ്റി ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മ നിയന്ത്രണത്തിലുള്ള ജീവിതമാണ് നിയന്ത്രണമുള്ള ജീവിതമെന്ന് പറയുന്നത്. നമുക്കറിയാം, നാം എത്ര മിടുക്കരാണെങ്കിലും, നാം എത്ര സുന്ദരന്മാരും സുന്ദരിമാരുമാണെങ്കിലും, എത്ര നല്ല ജോലി നമുക്കുണ്ടെങ്കിലും, എത്ര നല്ല ശമ്പളം, ഉയർന്ന ശമ്പളം നമുക്കുണ്ടെങ്കിലും, നാം എത്ര കാണാൻ നല്ലവരാണെങ്കിലും, ധാരാളം കഴിവുകൾ നമുക്കുള്ളവരാണ് എന്ന് വരികിലും, വിദ്യാഭ്യാസം വളരെ ഉണ്ട് എന്ന് വരികിലും കാര്യമില്ല. നമ്മുടെ ജീവിതത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയത്തില്ലെങ്കിൽ. അപ്പോൾ ഏറ്റവും ഉത്തമനായ ഒരു മനുഷ്യൻ ആര് എന്ന് ചോദിച്ചാൽ, തൻ്റെ ജീവിതത്തെ നിയന്ത്രിച്ച് ഏത് സാഹചര്യത്തിലും, അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യത്തിലും തൻ്റെ ജീവിതത്തെ നിയന്ത്രിച്ച് കൊണ്ടുപോകുവാൻ കഴിയുന്നവനാണ് ഉത്തമനായൊരു വ്യക്തി. ആ വ്യക്തിയുടെ ജീവിതമാണ് ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇത് നമുക്ക് തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് കീഴ്പ്പെടാം. പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഏത് സാഹചര്യത്തിലും നിയന്ത്രണ വിധേയമായ ഒരു ജീവിതം നമുക്ക് കാഴ്ചവെക്കാം. പക്ഷേ അതിന് പരിശുദ്ധാത്മ നിറവ് അത്യന്താപേക്ഷിതമാണ്. കർത്താവ് പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചും യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് അരുളി ചെയ്ത ആ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ധാരാളം ചിന്തകൾ പരിശുദ്ധാത്മ പ്രാപണത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതിലൊരു വാക്ക് മാത്രം ഞാനൊന്ന് പറയട്ടെ: ദാഹിക്കുന്ന ഏവരും. ഇവിടെ ഒരു ദാഹത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം രക്ഷിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കാനുള്ള ഒരു ദാഹം നമുക്കുണ്ടോ? പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കാൻ ഒരു ദാഹം നമുക്ക് വേണം, ഒരു ആഗ്രഹം നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കാൻ നമുക്കിടയായിത്തീരും. കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വരിക. നാം കർത്താവിൻ്റെ അടുക്കൽ വന്നവരാണ്. വന്നപ്പോൾ, കർത്താവിനെ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചവരാണ്. പക്ഷേ അനുദിനം പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കാനുള്ള ഒരാഗ്രഹം നമ്മിൽ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുന്ന ജീവിതം എത്ര അനുഗ്രഹീത ജീവിതമാണ്. നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു ജീവിത അവസ്ഥയാണ്. ആ ഒരവസ്ഥ കൈവരിക്കുവാൻ നമുക്ക് ദൈവം സഹായിക്കട്ടെ. ഇത്ര നല്ല ക്രിസ്തീയ ജീവിതം നമുക്ക് ലഭിച്ചു. അത് തരുവാൻ മനസ്സായ ദൈവത്തിന്
നന്ദി പറഞ്ഞുകൊണ്ട് ആ ജീവിതത്തിൻ്റെ മധുരിമ മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് ആത്മീകമായി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. എനിക്കാശ്വസിപ്പാൻ ഒരു സംഗീതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സംഗീതമുണ്ട്, ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ